കുരങ്ങുകളും മാനുകളും തമ്മിൽ വല്ലാത്തൊരു സൗഹൃദമുണ്ട്. ആ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. മുകളിൽ ഹനുമാൻ ലംഗൂർ നിൽക്കുന്നതും താഴത്ത് പുള്ളിമാനുകൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അത്ഭുതപരമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം അവർക്ക് സുഖമായിട്ട് വിശ്രമിക്കാൻ പറ്റുന്ന ഒരിടമായിട്ടാണ് ഈ സ്ഥലത്തിനെ കാണുന്നത്. ഏതെങ്കിലും ടൈഗറോ ലെപ്പേർഡോ ഒക്കെ വരികയാണെങ്കിൽ ഈ മാനുകളെ പിടിക്കാൻ വരികയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്കുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. പെട്ടെന്ന് ഇങ്ങനെ ജീവികൾ വരുന്നുണ്ട്, മാനുകളെ പിടിക്കാൻ വരുന്നുണ്ട് എന്നുള്ളത് ഈ മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന കുരങ്ങുകൾ പാസ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് മാനുകളുടെ കൊമ്പുകൾ എന്ന് പറയുന്നത്. കൊമ്പുകളുള്ള മാനുകൾ ആൺമാനുകളും കൊമ്പില്ലാത്ത മാനുകൾ പെൺമാനുകളായിരിക്കും. നിങ്ങൾക്കറിയുന്നുണ്ടായിരിക്കും. അതിൽ തന്നെ മറ്റൊരു പ്രത്യേകതയും വ്യത്യാസമൊക്കെ ഉണ്ട്. മാൻ്റെ കൊമ്പുകൾ 3 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കൊഴിഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. ഞാൻ VM സാദിഖലിയാണ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. ഈ ഒരു സ്ഥലത്ത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ കാണുന്ന ഒരു കാഴ്ചയാണുള്ളത്. ജനുവരി 18-19 ദിവസങ്ങളിലാണ് നമ്മളിവിടെ ക്യാമ്പ് വെച്ചിട്ടുള്ളത്. ഈ ക്യാമ്പിൽ എല്ലാ സ്ലോട്ടുകളും ഫില്ലാണ്. ഇനി നമ്മൾ പുതിയ ക്യാമ്പുകൾ ഫെബ്രുവരിയിലേക്ക് അനൗൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്നോ. ഫെബ്രുവരിയിൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ വെച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണിച്ചു തരും എങ്ങനെയാണ് ജീവികൾ കാട്ടിൽ ജീവിക്കുന്നത്, എത്തരത്തിലാണിത് സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ.